നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞെട്ടലുളവാക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിലുള്ള പാർപ്പിട സമുച്ചയങ്ങളിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 44 മരണം, 45 പേരുടെ നില ഗുരുതരം. നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 279 പേരെ കാണാതായി. നിർമ്മാണ കമ്പനിയിലെ 3 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. വാങ്ഫുക് കോർട്ട് ഹൗസിംഗ് കോംപ്ലക്സിലെ 32 നില കെട്ടിടത്തിലെ 7ഓളം ബ്ലോക്കുകളാണ് തീ പടർന്നത്. മുള കൊണ്ടുള്ള മേൽത്തട്ടിൽ തീ പിടിച്ചാണ് ദുരന്തം. 8 ടവറുകളായി 2000 പേർ താമസിക്കുന്ന പാർപ്പിട സമുച്ചയമാണിത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രാദേശിക സമയം വൈകിട്ട് 6:20 സംഭവം. കെട്ടിടങ്ങളുടെ മുകൾ നിലകളിലുള്ളവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഏറ്റവും ഉയർന്ന ലെവൽ 5 തീപിടുത്തമായി പരിഗണിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. മരിച്ചവരിൽ ഒരു അഗ്നിരക്ഷാ സേനാംഗവും ഉൾപ്പെടും. നിരവധി പാർപ്പിട സമുച്ചയങ്ങൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കെട്ടിടങ്ങൾക്ക് പുറമെ കെട്ടിയ മുളങ്കാലുകളിൽ നിന്നാണ് ആദ്യം തീ പടർന്നത്. ഇത് കെട്ടിടത്തിലേക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. 30 വർഷത്തിനിടയിൽ ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ തീപിടുത്തമാണിതെന്ന് അധികൃതർ പറഞ്ഞു. 1996 നവംബറിൽ കൗലൂൺ ജില്ലയിലെ വാണിജ്യ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 41 പേരാണ് മരിച്ചത്. അതേസമയം US പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപമുണ്ടായ വെടിവയ്പിൽ 2 സൈനികർക്ക് പരിക്കേറ്റു എന്നൊരു വാർത്ത കൂടിയുണ്ട്. അതുകൂടി നോക്കാം. നാഷണൽ ഗാർഡ്സ് അംഗങ്ങളായ ഇരുവരും പശ്ചിമ വെർജീനിയ സ്വദേശികളാണ്. അക്രമി എന്ന സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. ഇയാൾക്കും പരിക്കുണ്ട്. പ്രതി അഫ്ഗാൻ സ്വദേശിയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. വെടിവയ്പ്പിനെ തുടർന്ന് വൈറ്റ് ഹൌസ് അടയ്ക്കുകയും പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. വെടിവയ്പ് നടക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ അദ്ദേഹത്തിന്റെ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിലായിരുന്നു. നാഷണൽ ഗാർഡ് സൈനികർക്ക് നേരെ നടന്ന വെടിവയ്പ് പശ്ചിമ വെർജീനിയ ഗവർണർ പാട്രിക് മോർസി സ്ഥിരീകരിച്ചു. ഇനി നമുക്ക് റഷ്യയിലേക്ക് പോകാം. ഫിഫയെ വെല്ലുവിളിച്ച് ബദൽ ലോകകപ്പ് ടൂർണമെന്റ് നടത്താൻ റഷ്യ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. 2026 USA, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളായി നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനൊപ്പം സമാന്തര ലോകകപ്പ് നടത്താൻ റഷ്യയ്ക്ക് പദ്ധതിയുണ്ടെന്നാണ് അഭ്യൂഹം. യുക്രൈനിലെ സൈനിക നടപടിയെ തുടർന്ന് 2022 ഫെബ്രുവരി മുതൽ റഷ്യയ്ക്ക് ഫിഫയുടെയും യുവേഫയുടെയും എല്ലാ മത്സരങ്ങളും വിലക്കുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി യുവേഫയ്ക്ക് പുറത്തുള്ള ടീമുകളുമായി സൗഹൃദ മത്സരങ്ങൾ മാത്രമാണ് റഷ്യ കളിക്കുന്നത്. 2018 സ്വന്തം നാട്ടിൽ എന്ന ലോകകപ്പിലാണ് റഷ്യ അവസാനമായി ഒരു ഫിഫ ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഇതിനെ തുടർന്നാണ് കടുത്ത നീക്കത്തിന് റഷ്യ ഒരുങ്ങുന്നത്. 2024 ലോകകപ്പ് നടക്കുന്ന അതേ സമയത്ത് റഷ്യയിൽ ഒരു സമാന്തര രാജ്യാന്തര ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടാനാകാത്ത ടീമുകളായിരിക്കും പങ്കെടുക്കുക. നൈജീരിയ, കാമറൂൺ, ചൈന, ഗ്രീസ്, സെർബിയ, ചിലെ, പെറു, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങളെ റഷ്യ ക്ഷണിച്ചേക്കുമെന്നാണ് സൂചന. റഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുന്നതായി വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2018 ലോകകപ്പിന് വേദിയായ 4 സ്റ്റേഡിയങ്ങളായിരിക്കും മത്സരങ്ങൾ. ഫിഫ ഉപരോധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും അത് പിൻവലിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പാട്ടിലാക്കാനുള്ള വഴികൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി യുഷാക്കോവിന് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഉപദേശിക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത്. ഒക്ടോബർ 14 5 മിനിറ്റിലേറെ നീണ്ടുനിന്ന വിറ്റ്കോഫ് യുഷാക്കോവ് ഫോൺ സംഭാഷണത്തിലെ ഭാഗങ്ങളാണ് ചോർന്നത്. ഗാസ കരാറിന്റെ മാതൃകയിൽ യുക്രൈൻ പദ്ധതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് വിറ്റ്കോഫ് യുഷകോവിനോട് പറയുന്നു. വൈറ്റ് ഹൌസ് സന്ദർശനത്തിന് മുൻപ് പുടിൻ ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തണമെന്നും ഗാസ കരാറിനെ കുറിച്ച് പരാമർശിച്ച് സംസാരം തുടങ്ങണമെന്നും ഗാസയിൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയതിന് ട്രംപിനെ അഭിനന്ദിക്കണമെന്നും വിറ്റ്കോഫ് ഉപദേശിക്കുന്നു. ഗാസ കരാറിനെ റഷ്യ പിന്തുണയ്ക്കുന്നതായും ഗാസ പദ്ധതിയുടെ മാതൃകയിൽ യുക്രൈൻ പദ്ധതി നടപ്പാക്കാമെന്ന് പറയണമെന്നും വിറ്റ്കോഫ് ഉപദേശം നൽകുന്നുണ്ട്. സംഭാഷണത്തിൽ ഗാസ സമാധാന പദ്ധതിയുടെ മാതൃകയിൽ യുക്രൈൻ പദ്ധതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. 28 വ്യവസ്ഥകളോടെ യുക്രൈൻ സമാധാന പദ്ധതിക്ക് തുടക്കമായത് സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഈ ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് നിഗമനം. ഈ പദ്ധതി അംഗീകരിക്കാനാണ് US യുക്രൈന് മേൽ സമ്മർദ്ദം ചെലുത്തിയത്. ഫോൺ സംഭാഷണം നടന്നതായി സ്ഥിരീകരിച്ച യുഷാക്കോവ് ഫോൺ ചോർത്തിയത് റഷ്യയല്ലെന്നും വ്യക്തമാക്കി. വിഷയത്തിൽ സ്റ്റീവ് വിറ്റ്കോഫിനെ ന്യായീകരിച്ച രംഗത്തെത്തിയ ട്രംപ് വെടിനിർത്തലിന് റഷ്യയെ സമ്മതിപ്പിക്കുകയാണ് സ്റ്റീവിന്റെ ദൗത്യമെന്നും പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടുത്തയാഴ്ച മോസ്കോ സന്ദർശിക്കും. വിറ്റ്കോഫിന്റെ സന്ദർശന വിവരം റഷ്യ സ്ഥിരീകരിച്ചു. സമാധാന പദ്ധതിയിലെ വ്യവസ്ഥകൾ ഔദ്യോഗികമായി ഇതേവരെ ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ പിൻവാതിലിലൂടെ പകർപ്പ് കിട്ടിയെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി യുഷകോവ് വ്യക്തമാക്കി. ഫോണിലൂടെയും മറ്റും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന ഓരോ വ്യവസ്ഥകളായി ഇതേവരെ ചർച്ച നടത്തിയിട്ടില്ലെന്ന് യൂറി
യൂറി യുഷക്കോവ് പറഞ്ഞു. US ആർമി സെക്രട്ടറി ഡാൻ ഡ്രിസ്കോൾ അടുത്ത ദിവസം യുക്രൈൻ സന്ദർശിക്കുന്നുണ്ടെന്ന് ട്രംപ് അറിയിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച് യുക്രൈൻ സ്ഥിരീകരണം നൽകിയിട്ടില്ല. US, യുക്രൈൻ, റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥർ അബുദാബിയിലും US യുക്രൈൻ ഉദ്യോഗസ്ഥർ ജനീവയിലും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. US തയ്യാറാക്കിയ സമാധാന പദ്ധതി റഷ്യയ്ക്ക് അനുകൂലമാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജനീവയിൽ US യുക്രൈൻ ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ പദ്ധതി നടപ്പാക്കാവുന്നതാണെന്നും എന്നാൽ ഏതാനും പ്രധാന വ്യവസ്ഥകളിൽ തീരുമാനമുണ്ടാകാനുണ്ടെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ദിവസം സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ യുക്രൈനിൽ റഷ്യൻ ആക്രമണം തുടരുകയാണ്. തെക്കൻ നഗരമായ സാപ്പോറീഷ്യയിൽ കഴിഞ്ഞ രാത്രി ഡ്രോൺ ആക്രമണത്തിൽ 50-ലേറെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് കേടുപറ്റി. യുക്രൈന്റെ 33 ഡ്രോണുകൾ വീഴ്ത്തിയതായി റഷ്യ അവകാശപ്പെട്ടു. അതേസമയം ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ ഹൈലി ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുള്ള ചാരവും പൊടിപടലങ്ങളും പടർന്നത് മൂലമുള്ള ആശങ്ക ഇന്ത്യയെ വിട്ടൊഴിയുന്നു. ചാരവും പൊടിപടലവും ഇന്നലെ വൈകിട്ടോടെ ഇന്ത്യയുടെ ആകാശമേഖല കടന്ന് ചൈനയിലേക്ക് നീങ്ങി. പൊടിപടലം സഞ്ചരിക്കുന്നത് 25,000 അടി ഉയരത്തിലായതിനാൽ വായു ഗുണനിലവാരത്തെയോ കാലാവസ്ഥയോ ബാധിക്കില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ ചില വിമാന സർവീസുകളെ ബാധിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 8ഓടെയാണ് രാജസ്ഥാൻ വഴി ചാരമേഘങ്ങൾ ഇന്ത്യൻ ആകാശത്തേക്ക് കടന്നത്. അതിനുശേഷമുള്ള 24 മണിക്കൂറിനിടെ എയർ ഇന്ത്യക്ക് മാത്രം 13 വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. ആശങ്കപ്പെടാനില്ലെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു.